ഹലോ, അതെ ഡോക്ടർ ഭദ്രയാണ്. എവിടെ? പാലസ് ഹോസ്പിറ്റലോ? ചന്ദ്രനെ എപ്പോ? ഞാൻ എന്താ വരുന്നു. ഇന്നലെ അഡ്മിറ്റായ ചന്ദ്രൻ ഇപ്പോൾ സ്കാനിങ്ങിന് കൊണ്ടുപോയിരിക്കുക. ഡോക്ടർ തരകന്റെ യൂണിറ്റിലാണ്. ഫയലിംഗ് എത്തിയിട്ടുണ്ടാവില്ല. ഇരിക്കൂ, വിളിക്കാം. ഞാൻ ഡോക്ടറാണ്. തരകൻ സാറിനെ ഒന്ന് കാണണം. അവിടെ ഇരുന്നുള്ളൂ, ഡോക്ടർ ഫ്രീ ആവുമ്പോൾ പറയാം. റൂം നമ്പർ 10 ചന്ദ്രശേഖരൻ മേനോൻ. ബന്ധുക്കളെല്ലാം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അറിയിച്ചോളൂ. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ, ഡോക്ടറാണ്. ഓ, ഇരിക്കൂ. എങ്ങനെയാ അറിഞ്ഞത്? ഡോക്ടർ ഹൈദരാബാദിലോ മറ്റോ യാത്രയിലാണ്. ഇവിടെ മറ്റു ബന്ധുക്കളാരും ഇല്ല എന്ന് പറഞ്ഞു. യു നോ ഹീസ് ഇൻ ഹെപ്പാറ്റിക്കോമ. അപാര ധൈര്യശാലി തന്നെയാണ് ഡോക്ടറുടെ ഹസ്ബൻഡ്. 2 or 3 തവണ രക്തം ഛർദ്ദിച്ചിട്ടും സ്വയം കാറോടിച്ച ഇവിടെ വന്നത്. പിന്നെ സിംറ്റമാറ്റിക് ആയിട്ട് ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഡോക്ടർമാർ ഇമോഷനുകൾക്കപ്പുറം യാഥാർത്ഥ്യം അറിയുന്നവരാകണം. ബന്ധുക്കളാരും എത്തിയില്ലേ? അല്ല, ഞാൻ കേൾക്കാം, പറഞ്ഞോളൂ. ഇത് ഡോക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്കഷൻ ആണെങ്കിൽ ഞാൻ പറയും മിസ്റ്റർ ചന്ദ്രശേഖരന് സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണെന്ന്. പിന്നെ മുകളിൽ ഒരാൾ നിശ്ചയിക്കണമല്ലോ. ഞാൻ റൂമിൽ കാണും. എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ചോളൂ. എക്സ്ക്യൂസ് മീ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് വരുമോ? അനില, ഞാൻ അക്കൗണ്ട് സെക്ഷനിൽ നിന്നാണേ. അദ്ദേഹം അഡ്മിഷന് വരുമ്പോൾ 5000 ക്യാഷും ഒരു ചെക്കും ഏൽപ്പിച്ചിരുന്നു. ചെക്ക് ഒപ്പിട്ട് തരാന്നാ പറഞ്ഞത്. പക്ഷെ അതിനു മുമ്പ് ഫെയിൻ്റ് ആയി. രാവിലെ ഒരാൾ വന്നിരുന്നു, ഓഫീസിലെ സ്റ്റാഫാണെന്ന് പറഞ്ഞേ. പക്ഷേ അദ്ദേഹം മടങ്ങി വരാന്ന് പറഞ്ഞു പോയി. എത്രയാ തരേണ്ടത്? ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു 25,000 1 മണിക്കൂറിനകം തരാം. ഹലോ മാഡം, ഞാൻ ഗുഡ് ലക്ക് ഫിനാൻസ് കമ്പനിന്നാ. നല്ല കസ്റ്റമേഴ്സിന് ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ ഞങ്ങൾ ഇൻഡസ്ട്രി ഫിനാൻസ് ചെയ്യാറുണ്ട്. സാലറി സർട്ടിഫിക്കറ്റോ വസ്തുജാമ്യോ തന്നാൽ മതിയാവും. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇഷ്ടദൈവങ്ങൾക്ക് വഴിപാടുക്കുന്നതെന്നുള്ളൂ. ആ, അത്ര അമ്മേ. എന്താ മോളെ? അമ്മേ, മയക്കത്തിലോ അല്ലാതെയോ ആദ്യം വിളിച്ചത് എന്റെ പേരാ. ആരെയാ ഞാൻ കുറ്റപ്പെടുത്തേണ്ടത്?
കാരണം ചന്ദ്രനെ വേദനിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അമ്മ പ്രാർത്ഥിക്കണം കേട്ടോ. ഇഷ്ടദൈവങ്ങൾക്ക് നേർച്ച നേരാൻ തരാൻ ഡോക്ടർ പറഞ്ഞു. ഞാൻ നേർന്നു. എവിടെ? ശിവപുരത്ത്. എനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും അയക്കാം. നമുക്ക് വേണ്ടി വേറൊരാൾ ചെയ്താൽ പോരെ? അതൊക്കെ ആലോചിക്കാൻ ഇനി സമയമുണ്ട്. നീ പോയി വല്ലതും കഴിക്കോ, വസ്ത്രം മാറുമോ, എന്തെങ്കിലും ചെയ്യേ. ഏയ് ഉറങ്ങല്ലേ? പകലും വീണ് ഇറങ്ങിയിട്ട് മതിയായില്ലേ? ഉറങ്ങല്ല, കൊച്ചു കൊച്ചു മയക്കം. മയക്കത്തിൽ നിറയെ സ്വപ്നങ്ങൾ. ഇപ്പോഴൊരെണ്ണം കണ്ടു. നല്ല പരപ്പുള്ള പുഴയും ഞാനും തുഴയുന്ന ആളും മാത്രം. കരയെത്തും മുൻപ് അയാൾ വിലക്കിയിട്ട് ഞാനിറങ്ങി നടന്നു. ചെന്ന് കയറിയതൊരു ഗ്രാമത്തിൽ. നിറയെ പൂക്കളും പച്ചപ്പും നീർച്ചോലങ്ങളുള്ളൊരു ഗ്രാമം. ഇന്നലെ വരെ അങ്ങനെ ഒരു ഗ്രാമം ഞാൻ കണ്ടിട്ടേയില്ല. പക്ഷേ ഓരോ വഴികളും എനിക്ക് പരിചയമുള്ളതുപോലെ. കുറച്ചകലെ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. ധാവണി ചുറ്റിയ പെണ്ണ്. കൈതക്കാടുകൾക്കിടയിൽ ഒരു നീർച്ചാല് മുറിച്ച് കിടന്നാൽ എനിക്ക് അവളുടെ അരികിലെത്താം. അടിയൊഴി കുളിപ്പിച്ചു വെച്ച ചാലും നീന്താൻ അറിയാത്ത ഞാനും. അതുകൊണ്ട് അവളുടെ മുഖം കാണാനായില്ല. ഭദ്രാന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. വിളിച്ചോ? ഞാൻ ഓർക്കുന്നില്ല. ഇന്ന് മാത്രല്ല, ഇതിനു മുമ്പും. എന്തിനാണ് അവൾ എപ്പോഴും മുഖം മറിച്ച് നടന്നത്? ആളത്ര ശരിയല്ലാന്ന് തോന്നിണ്ടാവും. ഇതാണ് അവളുടെ മുഖം. ഹോസ്പിറ്റല്. എഴുന്നേൽക്കും. എന്റെ മനസ്സ് ശാന്തമാണ്. അതുകൊണ്ടാണ് ഇത്ര സുഖമുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. കുടിക്ക്. മതി, എനിക്കൊന്ന് കിടക്കണം. ആഹാ, ഇതായിരുന്നോ വേണ്ടത്? ഉറങ്ങരുതേ. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാമമില്ലേ, ആദ്യമായിട്ട് അവിടെ എത്തിയ ഞാൻ അതിനു മുമ്പ് അവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നിപ്പിച്ച കാഴ്ചകൾ എവിടെ നിന്നാണെന്നോ കിട്ടിയത്? നിന്റെ ഡയറികളിൽ നിന്ന്. വായിക്കാൻ പാടില്ലെന്നറിയാമായിരുന്നു. ഞാനാ ചന്ദ്ര തെറ്റുകാരി. എനിക്കുള്ളൊക്കെ വായിക്കാനുള്ള അവകാശം ചന്ദ്രനുണ്ടായിരുന്നു. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്നെ ഏറെ വെറുത്ത ഒന്നാണെന്നും എത്ര ശ്രമിച്ചാലും അത് മനസ്സിൽ നിന്ന് മാറില്ല എന്നൊക്കെ നീ പറഞ്ഞല്ലോ. പറയുന്നതിനൊക്കെ വിരുദ്ധല്ലേ ഞാൻ? വെറുക്കേ? നിനക്കെന്നെ അറിയില്ലേ? ഭദ്ര, ശിവപുരത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് പോവോ? നീ ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന അവിടം ഞാൻ മുമ്പേ കാണേണ്ടതായിരുന്നു. കൊണ്ടുപോ. ഇനിയിപ്പോ അവിടെ എന്താ കാണാണ്ടാവുക? ഒക്കെ മാറിണ്ടാവും. ഭംഗിയുള്ള സ്ഥലം, അവിടെ നല്ല ആളുകളും ഉണ്ടാവും. എന്താ നീയൊന്നും മിണ്ടാത്ത? എന്നോട് പിണങ്ങരുത്. ഇല്ലാന്ന് പറഞ്ഞപ്പോഴൊക്കെ അടുത്ത നിമിഷം നമ്മൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ശിവപുരം എനിക്കൊരു സ്വപ്നഭൂമിയാ. ഒരു കവിതയോ സംഗീതമോ പോലെ. അവിടേക്ക് ചന്ദ്രനെ കൂട്ടിക്കൊണ്ടുപോവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടുന്ന് ഇറങ്ങട്ടെ, നമുക്ക് പോവാം. എന്താന്നും മിണ്ടാത്തേ?